ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 65-ാമത്തെ സെഷനാണല്ലോ ഇത്. മൂന്നാം സദനത്തെക്കുറിച്ചുള്ള 9-ാമത്തെ വിചിന്തനവും മൂന്നാം സദനത്തെക്കുറിച്ച് മദ്രസ നൽകുന്ന 2 അധ്യായങ്ങളിൽ 1-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു വരികയാണ്. അതിൻ്റെ പേര് പരീക്ഷണങ്ങളും അവയുടെ സൽഫലങ്ങളും എന്നാണ്. പരീക്ഷണങ്ങളും അവയുടെ സൽഫലങ്ങളും. അതിലെ 1-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ഘട്ടം വരെ എത്തിയ ഏതാനും ആത്മാക്കളെ എനിക്കറിയാം. കുറച്ചല്ല, ധാരാളം എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 3-ാം സദനത്തിലേക്ക് എത്തിയ കുറേ പേരെ അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുത്തി പറയുകയാണ്. കുറേ പേരെ അല്ല, ധാരാളം ആൾക്കാരെ തന്നെ എനിക്കറിയാം. കഴിഞ്ഞ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ പറയുകയുണ്ടായി, ഇത്രയും എത്തിയ ധാരാളം പേരുണ്ട്. അപ്പം അതിനർത്ഥം നമ്മളുടെയൊക്കെ ആത്മീയ അവസ്ഥ ഈ 3-ാം സദനത്തിൻ്റെ ആയിരിക്കാനുള്ള നല്ല സാധ്യതയുണ്ടെന്ന് നമുക്ക് അവരുടെ സൂചന മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയവും ശാരീരികവുമായ കാര്യങ്ങൾ സൂക്ഷ്മമായി ക്രമപ്പെടുത്തിയ ഒരു ഉത്തമ ജീവിതമാണ് അനേകം വർഷങ്ങളായി അവർ നയിച്ചു വരുന്നത് എന്ന് ബാഹ്യലക്ഷണങ്ങളെ ആസ്പദമാക്കി സമർത്ഥിക്കാവുന്നതാണ്. വളരെ കാച്ചിക്കുറുക്കിയ ഒരു പ്രസ്താവന മദ്രസ അവിടെ പറയുന്നത്. ആത്മീയവും ശാരീരികവുമായ കാര്യങ്ങളും വെച്ചാൽ അകവും പുറവും എല്ലാ രീതിയിലും ബാഹ്യവും ആന്തരികവും ആയ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി ക്രമപ്പെടുത്തിയ ഒരു ഉത്തമ ജീവിതമാണ് ഈ കൂട്ടർ നയിക്കുന്നത്. അതും അനേക വർഷങ്ങളായിട്ട്. ഒരിടത്തും ഒരു വലിയ തെറ്റൊന്നും പറയാനായിട്ടില്ല. അവരുടെ ഭൗതിക ജീവിതം, കുടുംബജീവിതം, പ്രാർത്ഥനാ ജീവിതം, കുദാശ ജീവിതം, പള്ളിപ്പോക്ക് കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആരംഭത്തെ മദ്രസ വരുന്ന 9 ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാം ഒരു കച്ചിക്കുറിക്ക് പ്രസ്താവന തന്നെ ഇത്. അപ്പോൾ ഈ ആൾക്കാരെ നോക്കിയിട്ട് അവരുടെ രീതിയും കാര്യമെല്ലാം നോക്കിയിട്ട് അത് ഒരു സംശയം ഒന്നും പറയാനില്ല. നന്നായിട്ട് തന്നെ അവർ ജീവിക്കുന്നുള്ളത് സമർത്ഥിക്കാൻ പറ്റും, വാദിക്കാൻ പറ്റും. അവർ ലോകത്തെ മുഴുവൻ കീഴടക്കിയെന്നോ അതിൽ നിന്നും പൂർണ്ണമായി വിരമിച്ച് എന്നോ പറയാമെന്ന് നില വന്നപ്പോൾ കർത്താവ് അവരെ അല്പം ഒന്ന് പരീക്ഷിച്ചു. അപ്പം ലോകത്തിൻ്റെ മോഹങ്ങൾക്കൊന്നും അവർ പോകുന്നില്ല, അവരെ വേണ്ടാത്തതിനൊന്നും കിട്ടത്തില്ല, അഴുക്കിനൊന്നും അവർ വരികയല്ല, പ്രാർത്ഥന വിട്ടുപോകാൻ തയ്യാറല്ല അവർ. അങ്ങനെയൊക്കെയാണെന്ന് ഏതാണ്ട് സ്ഥാപിക്കാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് അവരെ അല്പം ഒന്ന് പരീക്ഷിച്ചു. പരീക്ഷ, ദൈവം പരീക്ഷയിടും, സാത്താൻ പ്രലോഭനം ഇടും. നമ്മളിവർ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ. പരീക്ഷ ഇടുന്നത്, അധ്യാപകരിടുന്നത് എപ്പോഴും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജയിക്കാനുള്ള എല്ലാ മാർഗവും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് കൊണ്ടുവരുന്നത്. നല്ല മാർക്ക് കിട്ടി ഫുൾ A+ വാങ്ങിക്കാൻ വേണ്ടി അധ്യാപകർ നോക്കി നിൽക്കുന്നു. അവർ ദൈവം പരീക്ഷകൾ ഇടുന്നത് നമ്മൾ ജയിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 3-ാം സ്ഥാനത്തിൽ ഇത്രയൊരു ചെട്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി അടുത്തതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ചില പരീക്ഷകൾ അനുവദിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവം അവരെ അല്പം ഒന്ന് പരീക്ഷിച്ചു. ചെറിയൊരു ക്ലാസ് ടെസ്റ്റാണ് ആദ്യം ഇടുന്നത്. വലിയ യൂണിവേഴ്സിറ്റി എക്സാം, പബ്ലിക് എക്സാം ഒന്നുമല്ല, ചെറിയ ക്ലാസ് ടെസ്റ്റ് അല്പം ഒന്ന് പരീക്ഷിച്ചു. അതും അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല, ചെറിയ എന്തോ കാര്യങ്ങൾ മദ്രസ പറയുകയാണ്. അപ്പോൾ അവരിൽ പ്രകടമായ അസ്വസ്ഥതയും വിഷാദവും വാസ്തവത്തിൽ എന്നെ അന്ധാളിപ്പിച്ചു. മദ്രസ പറയുകയാണ്. അല്പം ഒരു ടെസ്റ്റ് ഇട്ട് കൊടുത്തപ്പോഴേക്കും ഇതേ അതുവരെ ഉണ്ടായിരുന്ന ആത്മീയ സന്തോഷവും പ്രസന്നതയും ആവേശവും തീക്ഷ്ണതയും ശുശ്രൂഷയുടെ കരുത്തും കൂട്ടായ്മയും ഇതെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. മദ്രസ പറയുകയാണ്, പ്രകടമായ അസ്വസ്ഥത, വിഷാദം, വല്ലാത്ത അസ്വസ്ഥത. എന്താ ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പരാതിയും പെറുപെറുപ്പും അങ്ങനെയെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് അത് മദ്രസ പറയുകയാണ്, എന്നെ അന്ധാളിപ്പിച്ചു. അതുപോലെയുള്ള ഒരു അസ്വസ്ഥതയ്ക്ക് ഇവർ പോയി. ദൈവം ഒരു ചെറിയ പരീക്ഷ ഇട്ടപ്പം ഇത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരെയും സംബന്ധിച്ചും ഏതാണ്ട് 3-ാം സ്ഥാനത്തിൽ എത്തിയ ഒരു അനുഭവം നമുക്ക് തോന്നുന്നുണ്ട്. നമ്മളെപ്പറ്റി തന്നെ അതിനപ്പുറം പോയിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവും, ആയിക്കോട്ടെ. പക്ഷേ ഇത് മദ്രസ നല്ലപോലെ പറയുന്നത് നമ്മൾ ഗൗരവത്തിലെടുക്കണം, ആത്മശോധനാപൂർവ്വം പരിശോധിക്കണം. വേറെ ആരുടെയും മുഖത്തോട്ട് നോക്കണ്ട, വേറെ ആരും ചിന്തിക്കണ്ട. തമ്പുരാൻ്റെ മുമ്പിൽ മദ്രസയ്ക്കൊപ്പം നമ്മൾ ആയിരുന്നുകൊണ്ട് ഇത് നമ്മൾ ധ്യാന വിഷയമാക്കണം. അപ്പോൾ മദ്രസ പറയുന്നത്, അവർ ദൈവത്തെ മുഴുവൻ കീഴടക്കിയെന്നോ അതിൽ നിന്നും പൂർണ്ണമായി വിരമിച്ച് എന്നെങ്കിലുമെന്നോ പറയാമെന്നൊരു നില വന്നപ്പോൾ കർത്താവ് അല്പമൊന്ന് പരീക്ഷിച്ചു. അതും അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവർ പ്രകടമായ അസ്വസ്ഥതയും വിഷാദവും എന്നെ അന്ധാളിപ്പിച്ചു. അവിടെ കാര്യത്തിൽ എനിക്ക് വലിയ ഉത്കണ്ഠ പോലും ഉണ്ടായി. അതാ ഉത്കണ്ഠ വരാൻ സൂചിപ്പിക്കുക എന്താ? അവരെല്ലാം അവസാനിപ്പിച്ച് നേരെ എതിരോട് പോയി
എതിർസാക്ഷ്യം പോലെ തന്നെ ജീവിതമായി പോയേക്കുമോ എന്ന് പോലും ഉത്കണ്ഠയുണ്ടായി. ഇത്ര നാളും പ്രാർത്ഥനയും കാര്യങ്ങളും ശുശ്രൂഷ എല്ലാം ആയിട്ട് നടന്നു, തമ്പുരാൻ്റെ മാത്രം സ്വന്തമായിട്ടൊക്കെ നടന്നു, അങ്ങനെ കാണപ്പെട്ടു. ഇത്ര അസ്വസ്ഥ വന്നപ്പോഴേക്കും അവർ കാണിച്ച അല്ലെങ്കിൽ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു സഹനം, പരീക്ഷ വന്നപ്പോഴേക്കും അവർ പ്രകടമായ അസ്വസ്ഥ, ഒരു ആധിക്യം എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് യൂദാസ് പോയി തൂങ്ങിച്ചെത്തെന്ന് പറഞ്ഞ പോലത്തെ ഒരു എതിർപ്പ് അവിടത്തേക്ക് പോകുമോ എന്ന് പോലും ഉത്കണ്ഠ ഉണ്ടായിപ്പോയി. നമ്മൾ ദിവസം പറയുകയാണ്, അവരെ ഗുണദോഷിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇതൊരു വലിയ സൂചന മദ്രസ വീണ്ടും നൽകുകയാണ്. ഈ അവസ്ഥയിൽ പെട്ടിരിക്കുന്നവരെ ഗുണദോഷിക്കാൻ ഉപദേശിക്കാനായിട്ട് നോക്കണ്ട, അത് നടക്കലൊരു ഉപകാരമില്ല മദ്രസ പറയുകയാണ്. കാരണം സുഹൃത അഭ്യാസത്തെക്കുറിച്ചും മറ്റ് ധാരാളം പഠിച്ചിട്ടുള്ളവരാണ് അവർ. ഈ വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ കുളിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ പോലെയാണ്. വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ നമ്മൾ കുളിപ്പിക്കാൻ നോക്കിയാൽ ചുമ്മാ ഉള്ള ചില വെള്ളം ഒഴിച്ച് കഴുകുന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. നമ്മൾ പുറത്ത് കരയിൽ കിടക്കുന്ന ഒരു മാങ്ങാപ്പഴമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു പേരയ്ക്കാപ്പഴമോ മണ്ണ് പറ്റിയാൽ വെള്ളം വെച്ചൊന്ന് തൂത്ത് കഴിഞ്ഞാൽ ആ മണ്ണങ്ങ് പോകും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ വെള്ളത്തിനകത്താണ് ജനിച്ച് വളർന്ന് ഇത്രയോ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ, അതിനെ ചുമ്മാച്ച് വെള്ളം വെച്ച് കഴുകിയാൽ അതിൻ്റെ ഒരഴുക്കും പോകില്ല. അതിനെ എന്ത് ചെയ്യണം, നല്ലപോലെ ഇങ്ങനെ കല്ലേരിട്ട് ഉരച്ച് ചാരവിട്ട് ചിരണ്ടി അങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ ബലമായിട്ട് അങ്ങനെ ചിരണ്ടിയെങ്കിലും അതിൻ്റെ അഴുക്ക് പോളയും ചെതമ്പലും അഴുക്കും പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഈ മൂന്നാം സ്ഥാനം വരെ എത്തിയപ്പോൾ അനേക വർഷങ്ങളായിട്ട്, നാളുകളായിട്ട്, മണിക്കൂറുകൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കേട്ടും അത് വായിച്ചും ധ്യാനിച്ചും പങ്കുവച്ചും പഠിപ്പിച്ചും ഇതിൻ്റെ എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു ഉപദേശം കൊടുക്കാനൊന്നും ആരെക്കൊണ്ട് എളുപ്പത്തിൽ പറ്റുകയില്ല. അതിനേക്കാൾ ഉപദേശം അവർ ഇങ്ങോട്ട് തരും. അതാണ് അവരുടെ അവസ്ഥ. ഇത് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അമത്തസെ വരെ നമുക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോലും അവർക്ക് ശേഷിയുണ്ട്, പഠിപ്പിക്കുന്നവരുമായിരിക്കും. അതാണ് എൻ്റെ അപകടാവസ്ഥ. അവിടെ അസ്വസ്ഥതയ്ക്കും വിഷാദത്തിനും എല്ലാം അവർക്ക് ന്യായം പറയാനുണ്ട്. അവർ കൃത്യമായിട്ട് പറയും, എന്നെ ഉപദേശിക്കൊന്നും വേണ്ട, എൻ്റെ അടുത്ത് ഇത് പറയുമൊന്നും വേണ്ട, വചനവും പറയണ്ട, ഒന്നും വേണ്ട, അതിനേക്കാളും മറ്റു ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അവർ ഉത്തരവാദിത്തം ഇങ്ങോട്ട് പറഞ്ഞു തരും. എന്നിട്ട് പറയും, എൻ്റെ അസ്വസ്ഥയ്ക്ക് കാരണം ഇന്നതാണ്, അവരാണ്, മറ്റവരങ്ങനെ പെരുമാറുന്നതുകൊണ്ടാണ്, ഇതാണ് എൻ്റെ വിഷയം, അത് എൻ്റെ കുറ്റം കൊണ്ടല്ല, നിങ്ങളാണ് തിരുത്തേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൃത്യമായ ന്യായം. അതുകൊണ്ട് ഞാനിപ്പോൾ സഹിച്ച് വിഷമിച്ച് കഷ്ടപ്പെടുകയാണ്, ഇത് ഞാനിങ്ങനെ സഹിക്കുകയാണ്, നിങ്ങളതിൻ്റെ കാരണമല്ല, ഇതാണ് കാരണം എന്ന് പറഞ്ഞ് ന്യായം പറയാനായിട്ട് അവർക്ക് അസാമാന്യമായ സാമർഥ്യം ഉണ്ടായിരിക്കുമെന്ന് അമദ്രസ പറയുകയാണ്. അപ്പോഴും അവരെ ഉപദേശിക്കുന്നതിന് ഒരു പ്രയോജനമില്ല. കാരണം സുഹൃത അഭ്യാസനത്തെക്കുറിച്ചും മറ്റ് ധാരാളം പഠിച്ചിട്ടുള്ളവരാണ് അവർ. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോലും അവർക്ക് ശേഷിയുണ്ട്. അവരുടെ അസ്വസ്ഥതയ്ക്കും വിഷാദത്തിനും എല്ലാം അവർക്ക് ന്യായം പറയാനുമുണ്ട് മദ്രസ പറയുന്നു. രണ്ടാമത്തെ ഖണ്ഡിക, ഇത്തരക്കാരെ ആശ്വസിപ്പിക്കാൻ യാതൊരു മാർഗവും ഞാൻ കാണുന്നില്ല, കാണാൻ സാധിക്കുകയുമില്ല. മദ്രസ പറയുകയാണ്, അവർക്ക് ആശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് അതിന് തമ്പുരാൻ്റെ പക്കൽ നിന്ന് അവരെ എളുപ്പപ്പെട്ട് വാങ്ങിച്ചെടുത്താലല്ലാതെ ആരെ കൊണ്ടും പറ്റത്തില്ല. അതിനൊരു മാർഗവും ഇല്ല അവർക്ക് ആശ്വാസം കൊടുക്കാൻ എന്ന് മദ്രസ പറയുകയാണ്. ഇത് പറയുന്ന വേദപാരംഗത മദ്രസ എന്ന് ഓർമ്മിക്കണം. അവിടെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് സഹതപിക്കുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. വാസ്തവം പറഞ്ഞാൽ അവരുടെ ദൗർഭാഗ്യ സ്ഥിതി കാണുമ്പോൾ വളരെ അനുകമ്പ ഞാൻ പ്രദർശിപ്പിക്കാറുണ്ട്. അവരോട് എതിര് പറയാനും പോകേണ്ടതില്ല. അവർ പറയുന്നതിന് തർക്കമായിട്ട് ബാക്കി പറയാൻ പോകണ്ട, അവിടെ ഒരു ഉപകാരവും ഇല്ല. വിഷാദമഗ്നരായിരുന്നു കൊണ്ട് തങ്ങൾ ദൈവത്തിനു വേണ്ടി എല്ലാം സഹിക്കുകയാണെന്നത്രേ അവരുടെ ഭാവം. ദൈവത്തിന് വേണ്ടി ഞാൻ സഹിക്കുകയാണ്, ഇതാണ് അവർക്ക് വരാവുന്ന അടുത്തൊരു ചിന്ത. സ്നേഹമുള്ളവർ, നമ്മളിത് വേറെ ആരെപ്പറ്റി ഓർക്കണ്ട, നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ഓർത്ത് നോക്കണം. നമുക്ക് നമ്മുടെ ആത്മജീവിതത്തിൽ ഇത്ര നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്കുണ്ടായ ചില പരീക്ഷണങ്ങൾ ദൈവം ഇട്ടു തന്നു. അതിന് ദൈവം പരീക്ഷ ഇടുമ്പോൾ പരീക്ഷകരായിട്ട് പലരെ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, മനസ്സിലാക്കണം. സാത്താനെ പോലും ദൈവം നമ്മളുടെ ജീവിതത്തിലെ പരീക്ഷകൾക്ക് പരീക്ഷകനായിട്ട് നിയോഗിച്ചെന്ന് വരാം, അനുവദിച്ചെന്ന് വരാം. ചിലപ്പോൾ നമ്മളുടെ ജീവിത പങ്കാളി വഴിയായിരിക്കും നമുക്കൊരു പരീക്ഷ വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വികാരിച്ചം വഴിയായിട്ടായിരിക്കും നമുക്ക് പരീക്ഷ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ പിതാക്കന്മാരോ അല്ലെങ്കിൽ ആത്മീയ സഹോദരങ്ങളോ സഹശുശ്രൂഷകരോ അയൽക്കാരോ മക്കളോ മാതാപിതാക്കളോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ വഴിയായിട്ട്. അപ്പം ചിലപ്പോൾ അവരുടെ തന്നെ ഈ പറഞ്ഞ വ്യക്തികളുടെ ചില തിന്മകളായിരിക്കും, ചില കുറവുകളായിരിക്കും, ചില പോരായ്മകളായിരിക്കാം. ആ പോരായ്മകളാണ് നമുക്ക് പരീക്ഷയായിട്ട് വരാൻ ദൈവം ഉപയോഗിക്കുന്നത്.
അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു തിന്മയെ നോക്കിയിട്ട്, അവരുടെ നന്മയില്ലായ്മ നോക്കിയിട്ട് അത് ഉള്ളതായിരിക്കും, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം. അവർ കാരണം ഞാൻ സഹിക്കുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി സഹിക്കുകയാണെന്ന് പറയുന്നു. അത് നല്ലൊരു ആത്മീയ വാദം തന്നെയാണ്, ചിന്ത തന്നെയാണ്. പക്ഷേ ഇവിടെ അത് ആത്മീയ സഹനമല്ല, വളർച്ച ആകുന്നില്ല എന്ന് അമ്മ ത്രേസ്യ സമർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്നതാ? ഇവരിൽ വിഷാദം വന്ന് കയറുന്നു, അസ്വസ്ഥത വന്ന് കയറുന്നു, പരാതി വന്ന് കയറുന്നു, സങ്കടം വന്ന് കയറുന്നു. ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളല്ല. അപ്പം മറ്റുള്ളവരുടെ ഇല്ലായ്മകളും കുരുത്തക്കേടും വേണ്ടാതീനവും വഴിയായിട്ടാണ് ഞാൻ സഹിക്കുന്നത് എന്നുള്ള ബോധ്യം നല്ലത് തന്നെ. അത് ഞാൻ ആത്മീയതയുടെ യഥാർത്ഥമായ അവസ്ഥയിലാണെങ്കിൽ ഞാൻ അവരെ നോക്കി ദൈവത്തിന് നന്ദി പറയും. അവരെ നോക്കി എനിക്കൊരു പരാതിയില്ല. ഈശോ യുദാസനെ നോക്കി സ്നേഹിത എന്ന് വിളിച്ചതുപോലെ, കുരിശെ കിടന്നുകൊണ്ട് ക്രൂശിച്ചവരെ നോക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവർക്കൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ നിൽക്കാനായിട്ട്, അതിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ ഇടവരും. ഇനി അങ്ങനെ പെട്ടെന്ന് ഇട വന്നില്ല എങ്കിൽ തന്നെ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള നിരന്തരമായ പരിശ്രമത്തിലായിരിക്കും. എന്നിട്ട് അവരെപ്പറ്റി സ്നേഹത്തോടെ ചിന്തിക്കാനും, അവരോട് സൗമ്യമായിട്ട് പെരുമാറാനും, അവരെപ്പറ്റി നന്നായിട്ട് സംസാരിക്കാനും പങ്കുവെക്കാനുമുള്ള ഒരു സന്നദ്ധതയിലേക്ക്, ആത്മീയ കൃപയുടെ കരുത്തിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവവിട്ട പരീക്ഷയിൽ നമ്മൾ ഇച്ചിരി ക്ലേശം ബുദ്ധിമുട്ടി എഴുതി ആണെങ്കിൽ നമ്മൾ അതിൽ ജയിച്ച് കയറി വരികയാണെന്നർത്ഥം. അത് നോക്കിയിട്ട് നല്ല ദൈവം നമ്മളെ പുഞ്ചിരിയോടെ നോക്കി സമ്മാനം തരാനായിട്ട് കാത്തു നിൽക്കും. പുഞ്ചിരിയോടെ കൊള്ളാം കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെപ്പറ്റി ചിന്തിക്കാനായിട്ട് ഇടവരും എന്ന് മദ്രസയോട് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയല്ലാതെ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് പകരം വിഷാദത്തിലും അസ്വസ്ഥതയിലും സങ്കടത്തിലും അകൽച്ചയിലും നമ്മൾ പോകാൻ ഇടവന്നാൽ എത്ര തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഉപവാസം എടുക്കുന്നുണ്ടോ, ത്യാഗം എടുക്കുന്നുണ്ട്, നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകുന്നില്ല. പക്ഷേ ഉള്ളിൽ പരാതി കിടക്കുകയാണ്. അതതിൻ്റെ വ്യത്യാസം. നമ്മളെ ഉപദ്രവിച്ചെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, കൈവരിച്ചു ത്യാഗം സമർപ്പിക്കുന്നു. എന്തിനാണ്? അവർ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട്, അവർ നന്നാകാൻ വേണ്ടിയിട്ട്, അവർക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഇവർ ഇനിയെങ്കിലും തെറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ അവരെ വിധിക്കുന്നുണ്ട്, അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയുകയാണ്, അവർ പോലും ഞാൻ സഹനം ഞാൻ അവർക്കൂടി കാഴ്ചവെക്കുകയാണ്, നന്നാകുമോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെപ്പെട്ട ഒന്നുമല്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, തിരിയുന്നുണ്ടോ? ഇത് വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണ്. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം മദ്രസ പറഞ്ഞിട്ട് ഈ പല കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. മൊത്തത്തിലൊരു നോട്ടം നോക്കിയിട്ട് പോയാൽ പോരാ. ഇരുന്ന് ശാന്തമായിട്ട് നമ്മളെ തന്നെ വിവസ്ത്രരാക്കിയിട്ട്, നമ്മുടെ തന്നെ ഇല്ലായ്മകൾ, മദ്രസയുടെ വാക്കുകൾ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഇല്ലായ്മകളെല്ലാം അതേപടി തുറന്ന് വെക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ മൂന്നാം സദനത്തിലൂടെ മുന്നോട്ട് വന്നിട്ട് 4ലേക്ക് കയറുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് സ്നേഹമലർച്ചയ്ക്ക് നമുക്കിട്ട് തന്നെ കൊള്ളുന്നത്, ഞാനത് വീണ്ടും പറയുകയാണ്, നമുക്കിട്ട് തന്നെയാണ് കൊള്ളുന്നത്, നമ്മളെ തന്നെയാണ് കീറി മുറിക്കുന്നത്. അതിന് തയ്യാറാകാതെ വേറെ ഒരു മാർഗവും ഇല്ല. ആത്മീയതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതല്ല, മറ്റുള്ളവരെ നന്നാക്കുന്നതല്ല, അവരെ ഉപദേശിക്കുന്നതല്ല, അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾക്ക് മാർക്കിടുന്നതല്ല, അവരെപ്പറ്റി അഭിപ്രായം പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ പൊക്കിയെടുക്കുന്നതാണ്. ഹല്ലേലൂയ. വിഷാദമഗ്ധരായിരുന്നു കൊണ്ട് തങ്ങൾ ദൈവത്തിന് വേണ്ടി എല്ലാം സഹിക്കുകയാണെന്നത്രേ അവരുടെ ഭാവം. തന്നിമിത്തം അതിൽ ന്യൂനതയാണെന്ന ബോധം അവർക്കുണ്ടാവുകയുമില്ല. ഇത് സ്നേഹമുള്ളവരെ വലിയൊരു അപകടാവസ്ഥയാണ്. ഇതൊരു ന്യൂനതയാണ്, ഞാൻ തിരുത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു ചിന്ത തന്നെ ഈ അവസ്ഥയിൽ നമുക്ക് കിട്ടിയാൽ, മറിച്ച് ചിന്തിക്കുന്നത് ഞാൻ സഹിക്കുകയാണ്, അവർ മൂലം സഹിക്കുകയാണ്, അവർ മൂലം ഞാൻ സഹിക്കുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവിടെ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ വചനം പാലിക്കുന്നത് കണ്ടോ എന്നുള്ളൊരു ചിന്ത വെച്ച് നമ്മൾ നീങ്ങുന്നു. അപ്പോൾ നമ്മൾ പോകുന്നൊരു അപകട വഴിയിലൂടെയാണ്. തിരുത്തേണ്ട ന്യൂനത എനിക്കുണ്ട് എന്ന് എനിക്ക് തിരിയാൻ പോലും ഇട വരികയില്ല. അതൊരു അന്ധനെ നയിക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ തന്നെയാണ് അന്ധതയിൽ, എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ നയിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടുപോയിട്ട് കുഴിയിലേക്ക് വീഴിക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. ഇതൊരു വലിയ അപകടകരമായ പോക്കാണ്.
കാണുന്ന അവസ്ഥയാണ്. നമ്മൾ ത്രേസ്യ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയപരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.